മഡ് ഫ്ലാപ്പുകൾ ഉണ്ടല്ലോ ടയറിന്റെ, ഇന്നോവയുടെ ഫിൽറ്ററുകൾ ഉണ്ട്, AC ഫിൽറ്ററുകൾ ഉണ്ട്, കോയിലുകൾ ഉണ്ട്, കൂളന്റുകൾ ഉണ്ട്, പിന്നെ ഓയിലുകൾ ഉണ്ട്, വരും. അതേപോലെ തന്നെ എല്ലാ പാർട്സുകളും ഉണ്ട്. ടൊയോട്ടയുടെ പാർട്സുകൾ എല്ലാം ഉണ്ട് ഒരുവിധം. ക്ലച്ച്, സാക്സ്, എയർ ബാഗുകൾ ഒരുപാട്, സ്റ്റാറിംഗ് ബോക്സുകൾ വരുന്നുണ്ട്, റേഡിയേറ്ററുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റുകൾ ഒരുവിധം എല്ലാ ഹെഡ്ലൈറ്റുകൾ, ബമ്പറുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, റിയർ വരുന്നുണ്ട്, ഫ്രണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, സിംഗിൾ പീസ് ആണെങ്കിലും അങ്ങനെ കൊടുക്കാം. മാരുതിയുടെ സ്പെയറുകളാണ് കൂടുതലുള്ളത്, മൊത്തത്തിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ സ്പെയർ ആയിട്ട് വരുന്നവർക്ക് സ്പെയർ ആയിട്ട് കൊടുക്കാം നല്ല ഓഫറിൽ. ഒന്നിച്ചെടുക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒക്കെ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു വർക്ക്ഷോപ്പ് നടത്തിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത്തരം നമുക്കൊരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള നല്ലൊരു വർക്ക്ഷോപ്പാണ്. ഇവിടെ നമ്മൾ പാർട്സുകൾ കാര്യങ്ങൾ നല്ല മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കിഡിലെ സെറ്റപ്പിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വർക്ക്ഷോപ്പാണ് ഇത്. നമുക്ക് മൊത്തത്തിൽ ഏറ്റെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ട്. ഇനി അതല്ല പാർട്സുകൾ വേണമെങ്കിൽ എല്ലാ വാഹനങ്ങളുടെയും പാർട്സുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് പെരിയമ്പലത്താണ്. അപ്പോൾ തോഹയാണ് നമ്മളെ കൂടെ വീഡിയോയിലുള്ളത്. ഇക്ക നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലിക്കറ്റ് എയർപോർട്ട്, പുളിക്കൽ, പെരിയമ്പലം, കാലിക്കറ്റ് ഹൈവേയില് എയർപോർട്ടിന് ഒരു 3-4 കിലോമീറ്റർ. അപ്പൊ നല്ല സെറ്റപ്പിലുള്ള ഒരു വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് എന്നൊരു പ്രീമിയം ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പിന്നെ കസ്റ്റമർ ലോഞ്ച് ഉണ്ട്, AC ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് പാർട്സുകൾ ഉണ്ട്, വാഹനങ്ങളുടെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്. ഇക്ക നമുക്ക് ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ നടത്തിപ്പിന് അങ്ങനെ മൊത്തത്തിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ സ്പെയർ ആയിട്ട് വരുന്നവർക്ക് സ്പെയർ ആയിട്ട് കൊടുക്കാം നല്ല ഓഫറിൽ. ഒന്നിച്ചെടുക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഏകദേശം? നമുക്ക് ഇത് അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 5000-6000 സ്ക്വയർ ഫീറ്റ് താഴ്ഭാഗം മാത്രമായിട്ടുണ്ട്, മുകൾ ഭാഗം വേറെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് നോക്കുകയാണെങ്കിൽ പാർട്സുകൾ തന്നെ ഒത്തിരി ഉണ്ട്, നല്ല സ്പേസ് ആണ്. ഇത് നമുക്ക് പെയിന്റിംഗ് മെഷീൻ വരുന്നുണ്ട് അല്ല, ഇത് നമുക്ക് കൊടുക്കാനുള്ളത്. ജനറേറ്റർ ആണിത്. അതേപോലെ ടൂൾസുകൾ മൊത്തം വരുന്നുണ്ട്, ടൂൾസുകൾ മൊത്തം നമുക്ക് കൊടുക്കാൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി നല്ല എക്യുപ്പേർഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് അതേപോലെ അത്യാവശ്യം നല്ല ബമ്പേഴ്സുകള്, അതേപോലെ വണ്ടികളുടെ പാർട്സുകൾ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിന് മൊത്തത്തിൽ എടുക്കുന്നവർക്കാണെങ്കിൽ മൊത്തത്തിൽ അങ്ങനെ ചെയ്യാം. ചെറിയ ഒരു എല്ലാം മാരുതിയുടെ സ്പെയറുകളാണ് കൂടുതലുള്ളത്, അതായത് ഓൾഡ് സാധനങ്ങൾ. അപ്പൊ അങ്ങോട്ട് നോക്കിയാൽ മതി, നമുക്ക് അത്രയും സ്പേഷ്യസ് ആയിട്ട് തന്നെ നല്ല ഏരിയ നമുക്ക് വരുന്നുണ്ട്. മൊത്തം നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി പാർട്സുകൾ വേണമെങ്കിൽ ഹോൾസെയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മള് മൊത്തം നടത്തിപ്പാണെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഏത് രൂപത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തില് പാർട്സുകളാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല പാർട്സുകൾ വരുന്നുണ്ട്. നമുക്ക് എല്ലാം നമുക്ക് ഹെഡ്ലൈറ്റുകള് കാര്യങ്ങള് എല്ലാം ഉണ്ട്, പമ്പറുകള്, അതേപോലെ തന്നെ നമുക്ക് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസുകളാണ് കൂടുതലും. നമുക്ക് എല്ലാം മാരുതിന്റെ പാർട്സുകളാണ് കൂടുതലും വരുന്നത്. ഇതൊക്കെ എന്തായിരുന്നു ഐറ്റംസുകൾ? മഡ് ഫ്ലാപ്പുകളാണ്, വണ്ടിയുടെ ചെളി തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മഡ് ഫ്ലാപ്പുകൾ ഉണ്ടല്ലോ ടയറിന്റെ. ഈ ഒരു സൈഡ് മൊത്തം ഹെഡ്ലൈറ്റുകൾ, ടൈൽ ലാമ്പുകളാണ് നമുക്ക് വരുന്നില്ല. ഇവിടെ ബമ്പറുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, റിയർ വരുന്നുണ്ട്, ഫ്രണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, സിംഗിൾ പീസ് ആണെങ്കിലും അങ്ങനെയും കൊടുക്കാം. അതൊക്കെ നമുക്ക് നല്ല ബെസ്റ്റ് ഓഫർ പ്രൈസിനാണ്. നിങ്ങള് പർച്ചേസിംഗിനനുസരിച്ച് നമുക്ക് മാക്സിമം പ്രൈസ് കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മള് പ്രൈസ് പറയാത്തത്. അതേപോലെ തന്നെ എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ടല്ലോ. നമ്മള് ഗ്രില്ലുകൾ കുറെ വരുന്നുണ്ട്, സ്റ്റാറിംഗ് ബോക്സുകൾ വരുന്നുണ്ട്, റേഡിയേറ്ററുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റുകൾ ഒരുവിധം എല്ലാ ഹെഡ്ലൈറ്റുകൾ മാരുതിയുടെ എല്ലാ ഒരുവിധ ഹെഡ്ലൈറ്റുകൾ വരുന്നുണ്ട്, പമ്പറുകള്, സ്റ്റാറിംഗ് വീലുകള്, സ്റ്റിയറിംഗ് ബോക്സുകള് ഒക്കെ വരുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് ഇത് പിന്നെ നമുക്ക് ഇതൊക്കെ ഏതായിരുന്നു? മഡ് ഫ്ലാപ്പുകൾ തന്നെയാണ്, മഡ് ഫ്ലാപ്പുകളാണ് വരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇതൊക്കെ എന്തായിരുന്നു? നമുക്ക് ഇത് നമ്മളെ ഗാർണിഷ് ആണ്, ഔട്ടർ ഗാർണിഷ്, അതായത് ഗ്ലാസിന്റെ സൈഡിലായിട്ട് വരുന്ന ഔട്ടർ ഗാർണിഷ് എന്ന് പറയും. ഔട്ടർ ഗാർണിഷുകൾ നമുക്കുണ്ട്. അതേപോലെ നമുക്ക് ക്ലച്ചുകളുണ്ട്, ബ്രേക്ക് പാഡുകൾ ഉണ്ട്, ഇന്നോവയുടെ ഫിൽറ്ററുകൾ ഉണ്ട്, AC ഫിൽറ്ററുകൾ ഉണ്ട്, പിന്നെ ബ്രേക്ക് ഓയിലുകൾ ഉണ്ട്, കൂളന്റുകൾ ഉണ്ട്, പിന്നെ ഓയിലുകൾ ഉണ്ട്, വരും. അതേപോലെ തന്നെ എല്ലാ പാർട്സുകളും ഉണ്ട്. ടൊയോട്ടയുടെ പാർട്സുകൾ എല്ലാം ഉണ്ട് ഒരുവിധം, ഓയിൽ ഫിൽറ്ററുകൾ മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലച്ച്, സാക്സ്, എയർ ബാഗുകൾ ഒരുപാട്, എയർ ബാഗുകൾ എല്ലാം വിവിധ ബ്രാൻഡുകളുടെ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫാൻ ഷോട്ടുകൾ വരുന്നുണ്ട്, മാരുതിയുടെ ഫാൻ ഷോട്ടുകൾ ഒരുവിധം എല്ലാം വണ്ടിന്റെ ഫാൻ ഷോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പമ്പർ ഹോൾഡറുകൾ, അതായത് പമ്പർ ഹോൾഡറുകൾ, അതുപോലെ തന്നെ ബെയറിംഗ്, വീൽ ബെയറിംഗുകൾ വരുന്നുണ്ട്, പിന്നെ സ്പാർക്ക് പ്ലഗുകൾ,
പിന്നെ അതുപോലെ തന്നെ അതിന്റെ പമ്പറിന്റെ ഹോൾഡർ ക്ലിപ്പുകൾ, പിന്നെ ക്ലച്ചിന്റെ കേബിളുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിളുകൾ, മിററിന്റെ ഗ്ലാസിന്റെ സാധനങ്ങൾ വരുന്നുണ്ട്, ഹെഡ്ലൈറ്റുകൾ. പിന്നെ ഇതൊക്കെ നമുക്ക് മഡ് ഫ്ലാപ്പുകൾ ഉണ്ട്. അങ്ങനെ ഏത് ഐറ്റം ഹെഡ്ലൈറ്റുകൾ ഉണ്ട്, അത്യാവശ്യം പുതിയ ഹെഡ്ലൈറ്റുകൾ ഉണ്ട്. ഒരു ഇതെല്ലാം വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാ ഐറ്റംസുകളും. ഇതൊക്കെ ബാക്കിലെ വൈപ്പറുകളാണ്, ഒരുവിധം എല്ലാ വണ്ടിയുടെ ബാക്കിലെ വരുന്ന വൈപ്പറുകളാണിത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ സൈഡ് ബീഡിങ്ങുകളാണിത്. പിന്നെ ബാക്ക് ലൈറ്റ് ടൈലൈറ്റുകളാണ് ഇതെല്ലാം മൊത്തം വരുന്നത്. ബെലറോ ബെലനോ അങ്ങനത്തെ മറ്റുള്ള എല്ലാ വണ്ടികളും ഇതെല്ലാം ടൈലൈറ്റുകളും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട ഏത് പാർട്സ് ആണെങ്കിലും നിങ്ങൾ വിളിച്ചു നോക്കിയാൽ ഉള്ള അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് നടത്തിപ്പാണെങ്കിലും അതിനുള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി വരും നമുക്ക് ഇത് മാത്രമല്ല, നല്ല സൗകര്യത്തിലാണ് അവർ ചെയ്തിട്ടുള്ളത്. AC എല്ലാം നമുക്ക് എയർ കണ്ടീഷൻഡ് ആണ്. നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമർ ലോഞ്ച് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രയർ ഹോള് കാര്യങ്ങള് എല്ലാം നമുക്ക് നല്ല സെറ്റപ്പിലാണ് ഇവര് നമുക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇതൊന്നും നമ്മളൊന്നും ചെയ്യിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മൊത്തം ഏറ്റവും നടക്കാനുള്ളവരാണെങ്കിൽ നമ്മള് ഓഫീസാണ്. അങ്ങനെ എല്ലാ സെറ്റപ്പുകളും നമുക്ക് ഇവർക്ക് ചെയ്തിട്ടുണ്ട്. AC അടക്കം നമുക്ക് ഇവര് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. CCTV കാര്യങ്ങൾ ഓൾറൗണ്ട് 12 ക്യാമറ വരുന്നു, എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് മാത്രമല്ല, അപ്പൊ നമുക്ക് ഈ ഒരു മൊത്തം സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ഹൈവേയിലാണ്. അതേപോലെ അത്യാവശ്യം നമുക്ക് പാർക്കിംഗ് ഏരിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ഒരു വർക്ക്ഷോപ്പ് ആണെങ്കിലും പാർട്സ് നടത്തിപ്പിക്കുകയാണെങ്കിലും അതിനൊക്കെ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവര് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല പാർട്സുകൾ വരുന്നുണ്ട്. ഇന്നോവന്റെ ഉണ്ട്, മാരുതിയുടെ അത്യാവശ്യം നമുക്ക് നല്ല പാർട്സുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എന്തായിരുന്നു? ഇത് ബീഡിങ്ങുകളാണ്, സൈഡ് ബീഡിങ്ങുകളാണ്. മാരുതിയുടെ ഉണ്ട്, ഇന്നോവയുടെ ഉണ്ട്. ഒരുവിധം എല്ലാ വണ്ടികളെ സൈഡ് ബീഡികൾ വരുന്നുണ്ട്. ലൈറ്റുകൾ ഒരു ഇതെല്ലാം ലൈറ്റുകൾ വരുന്നുണ്ട്, ഹെഡ്ലൈറ്റുകള്, പിന്നെ ഗ്രില്ലുകള്, ഒരുവിധം എല്ലാ സാധനങ്ങളും. ഓക്കെ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡുകൾ എല്ലാം ഒരു വാഹനത്തിന് വേണ്ട എല്ലാ A to Z സാധനങ്ങളും ഉണ്ട്. അത് വേണ്ടി നമുക്കൊരു ഷോറൂം ആയിട്ട് അങ്ങനെ നടത്തിക്കാം. ഇനി പാർട്സ് കച്ചവടമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പ് പ്ലസ് ആയിട്ട് ഇവര് ചെയ്തിരുന്ന അതേപോലെ ചെയ്യാം. അങ്ങനെ മൊത്തം ഏറ്റെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി പാർട്സുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാനും നമുക്ക് ഇവര് തയ്യാറാണ്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടുത്തെ എംപ്ലോയീസിന്, അതായത് വർക്കേഴ്സിന് താമസിക്കാനുള്ള ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവർക്ക് സെപ്പറേറ്റ് ബാത്റൂം, കിണർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബാത്റൂം കാര്യങ്ങൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്നും ചെയ്യിക്കണ്ട. അപ്പോൾ ഒരു പുതിയൊരു ബിസിനസ് ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് നേരെ വന്ന് കറക്റ്റായിട്ട് തുടങ്ങാൻ പറ്റും. അത്രയും സെറ്റപ്പിൽ പാർട്സ് എടുക്കുക, എല്ലാ കൗണ്ടർ കാര്യങ്ങളെല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് ഇന്റർനാഷണൽ കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അവിടുന്ന് ജസ്റ്റ് 3 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു ഷോറൂമിലേക്ക് വരുന്നത്, മൈ ഓട്ടോട്ടൊക്കെ. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് മൊത്തത്തിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ സ്ഥലം അക്വയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പാർട്സുകൾ മൊത്തത്തിൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്ന ആ ഒരു രൂപത്തിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രൂപത്തിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് നമ്മൾ മാക്സിമം കുറച്ചിട്ട് നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ എങ്ങനെയുണ്ടെങ്കിലും വണ്ടി അൾട്ടർ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ വന്നിട്ട് പാർട്സുകൾ എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ മാരുതിന്റെ ഒത്തിരി പാർട്സുകൾ ഉണ്ട്. ഇന്നോവ, അതായത് ടയോട്ടന്റെ അത്യാവശ്യം നല്ല പാർട്സുകൾ ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ മാക്സിമം പ്രൈസ് റേഞ്ചിൽ നല്ല കുറച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും നല്ലൊരു അവസരമാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും പ്രവാസികളൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഒരു ബിസിനസ് സംരംഭം ഈ ഒരു വർക്ക്ഷോപ്പ് മേഖലയിൽ ഉണ്ടെങ്കിൽ നേരിട്ട് ഏറ്റെടുത്ത് നടക്കുകയാണെങ്കിൽ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്തു തരും. എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ ചെയ്തു തരാം. ഇത്രയും നമുക്ക് കസ്റ്റമർ ലോഞ്ച്, പെയർ ഏരിയ, ഓഫീസ്, CCTV സെറ്റപ്പുകൾ, മെഷീൻസ് വെൽ എക്യുപ്പേർഡ് ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് സർക്കിളിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു സംരംഭം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇവിടെ റെഡി ആയിട്ട് മൊത്തം ഇവിടെ വെൽ എക്യുപ്പേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ബഡ്ജറ്റ് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തരാം. നമുക്ക് എന്താ വെച്ചാൽ ഇവർ മൊത്തം ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഏറ്റെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട രൂപത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നൊരു വീണ്ടും കാണാം. റിയാസ് ആൻഡ് തോഹ സൈനിങ് ഓഫ്.